എൻ്റെ എഴുത്തിടം, മൂർച്ചയുള്ള കണ്ണുകൾ. രാത്രിയിൽ ചായക്കോപ്പയുടെ ആലസ്യത്തിലാണ് പുസ്തകത്താൾ നിവർത്തിയത്. പദവിന്യാസങ്ങളിൽ നിറയുന്നത് അഴകുള്ള ശബ്ദവും മൂർച്ചയുള്ള കണ്ണുകളും. അവൻ്റെ ആത്മാവിന് അക്ഷരരൂപമേകുന്നതും ആഴത്തിൽ അവയെ വിന്യസിപ്പിക്കുന്നതും മൂർച്ചയുള്ള ആ കണ്ണുകളാണ്. ചില വായനകൾ മനോഹരവും നിറവാർന്നതുമാണ്. യാത്രകൾ കാലബന്ധിതവും. അവസാനിക്കാറായൊരു യാത്രയാണ്. നീളം കൂടി വരുന്ന അവൻ്റെ നിഴലിൽ വായനകൾ മങ്ങുന്നു. മൃതസഞ്ജീവനിക്കൂട്ട് തേടി പുസ്തകങ്ങളിലൂടെയുള്ള അലച്ചിൽ എങ്ങുമെത്തിയില്ല. അപ്പോഴും മൂർച്ചയുള്ള കണ്ണുകൾ അവൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. പ്രായോഗികതയുടെ കൗശലങ്ങൾ നിറഞ്ഞതെങ്കിലും സഞ്ചാരപാതയിലെ നക്ഷത്ര സാന്നിധ്യമാണ് മൂർച്ചയുള്ള ആ കണ്ണുകൾ. ആകാശത്തിൻ്റെ നൈർമല്യം കൊണ്ട് ആത്മാവിന് കൊഴുപ്പേറ്റിയ ദിവ്യമൂർച്ച. വായന മുന്നോട്ടു പോയപ്പോൾ ചിഹ്നം വിളിയോടൊരൊറ്റയാൻ പുസ്തകത്താളിനുള്ളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നത് അവൻ കണ്ടു. തീക്ഷ്ണമിഴിയാൾക്കും ഒറ്റയാനുമിടയിലെ പോരാട്ട പൊരുളുകളാണ് ഇതിവൃത്തം. പുസ്തകത്താളിൽ ഒളിപ്പിച്ചിരുന്ന മയിൽപീലിയിൽ കുഞ്ഞു വിരിഞ്ഞപ്പോൾ അവൾ അവന് കാട്ടിക്കൊടുത്തില്ലത്രേ. അവനത് സഹിക്കാനായില്ല. വലിയ സംഭവങ്ങൾ അവനെ ബാധിക്കാറേയില്ല. കുഞ്ഞു നൊമ്പരങ്ങളാണ് എന്നും അവനെ തകർത്ത് കളയുന്നത്. അവളുടെ സമരങ്ങളുടെ മാത്രമല്ല, ആഗ്രഹങ്ങളുടെയും സഹനങ്ങളുടെയും ഭാഗമാകണമെന്നതും അവൻ്റെ മോഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഘോഷരാവുകൾക്ക് മിഴിവേകാൻ രൂപത്തികവാർന്നൊരു മയിൽപ്പീലി തേടി അലഞ്ഞത് അത്രമേൽ അവന് സുഖകരമായ നൊമ്പരമാണ്. വിചിത്ര ഭാവനകളുടെ പായ്മരം കെട്ടിയ വഞ്ചിയിലാണ് എന്നും അവൻ്റെ യാത്ര. അടങ്ങാത്ത ആഴിയിൽ അലഞ്ഞപ്പോൾ മൂർച്ചയുള്ള ആ കണ്ണുകളായിരുന്നു വഴിവിളക്ക്. അതിൻ്റെ തിളക്കമായിരുന്നു ഏക വഴികാട്ടി. കാലില്ലാതിരുന്നിട്ടും ഓടാൻ ശ്രമിച്ചതും ചിറകില്ലാതിരുന്നിട്ടും പറന്നതുമൊക്കെ മയിൽപ്പീലി തേടിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുള്ളൂ. മരം കൈവിടുന്ന ഇലയുടെ കനമില്ലായ്മയെപ്പറ്റി കേട്ടിട്ടില്ലേ? മരിക്കുന്നത് എത്ര ലളിതമായിട്ടാണ്. കനമേതുമില്ലാത്ത വീഴ്ചയാണ് മരം കൈവിടുന്ന ഓരോ ഇലയും ആസ്വദിക്കുന്നത്. പുതിയ ഇലകളുടെ ഊർജ നിറവിലും ഒഴിഞ്ഞുപോയ ഇലകളുടെ അടയാളങ്ങൾ ഒരു മരത്തിനും മായ്ക്കാനാവില്ല. ഒരാളുണ്ടായിരുന്ന ഇടം മായ്ച്ചു കളയാൻ വലിയ ബലം പ്രയോഗിക്കേണ്ടി വരും. ഒന്നായിട്ടില്ലെങ്കിൽ പിന്നെ വേർപിരിയലുകൾക്ക് പ്രസക്തിയുമില്ല. കുന്തിദേവിക്ക് തള്ളിപ്പറയേണ്ടി വന്ന കർണനും ഉണ്ണിയാർച്ചയ്ക്ക് തള്ളിപ്പറയേണ്ടി വന്ന ചന്തുവും മൂർച്ചയുള്ള കണ്ണുകളുടെ പ്രകടനമാണ്. അതിസമർത്ഥരായിരുന്നിട്ടും അംഗീകരിക്കപ്പെടാതെയും സ്നേഹിക്കപ്പെടാതെയും പോയ കർണനും ചന്തുവും ആത്മാവിൻ്റെ ഏതു ഭാവമാണ്. തൻ്റെ മേശവൃത്തത്തിലെ പുഷ്പകുംഭത്തോട് ചേർത്ത് വച്ച പുസ്തകത്താളിൽ തല താഴ്ത്തി ഭ്രാന്തചിന്തകളുടെ ലഹരിയിൽ കണ്ണീരിൽ അലിഞ്ഞുപോയ അക്ഷരങ്ങളെ സ്വന്തം ആത്മാവിൻ്റെ ഭാഗമാക്കി അവൻ വീണ്ടും ഉറങ്ങി.